ശ്രീപത്മനാഭ നാരായണ. വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ദിനം ദിനം നമ്മൾ ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ആ നിത്യപൂജയിലൂടെ നമ്മൾ എങ്ങനെ ഒരു യജ്ഞം ചെയ്യുന്നു എന്നുള്ള വരികളാണ്. തമേവചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം. തമേവ, നീ എന്നുള്ള ആ പ്രപഞ്ചശക്തിയെ, ആ ചൈതന്യത്തെ ഞാൻ നിത്യവും അർച്ചിക്കുന്നു. നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും ആകാത്ത ഒരു പ്രപഞ്ചശക്തിയുണ്ട്. ആ നാരായണന്റെ, മഹാദേവന്റെ, ദേവിയുടെ ആ ചൈതന്യത്തെ നമ്മൾ നിത്യവും അർച്ചിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ? ഭക്ത്യാ, ഭക്തിയിലൂടെ സദാ അർച്ചിച്ചുകൊണ്ടേയിരിക്കുന്നു. പുരുഷമവ്യയം, ഇവിടെ പുരുഷൻ അല്ല പുരുഷം, അതായത് ആ സനാതനമായ പ്രപഞ്ചശക്തിയെയാണ് ഇവിടെ പുരുഷം എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി ശക്തിയെ സ്ത്രീ എന്നും പറയുന്നു. ഇവിടെ അവ്യയമായ ആ പുരുഷൻ, ആ പുരുഷം, ആ പ്രപഞ്ചശക്തിയെ, ചൈതന്യത്തെ ധ്യായൻ സ്തുവനമസ്യംശ്ച യജമാനസ്തമേവച, ധ്യാനിക്കുന്നു. ഡീപ്പ് കോൺടെംപ്ലേഷൻ, മെഡിറ്റേഷൻ ആണ് ധ്യായൻ. സ്തുവൻ, സ്തുതിക്കുന്നു. എങ്ങനെ? ധ്യായൻ സ്തുവൻ നമസ്യംശ്ച, നമസ്കരിക്കുന്നു. അതായത് ദിനം ദിനം നമ്മൾ ആ പാദത്തിൽ ശരണാഗതി പ്രാപിക്കുന്നു. ദിനം ദിനം ഓരോ ദിവസവും നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു, നാമം ജപിക്കുന്നു, ഡീപ്പായിട്ടുള്ള മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, ഭക്തിയിലൂടെ പോകുന്നു. അടുത്തത് വളരെ കൃത്യമായിട്ട് പറയുന്നു, യജമാനസ്തമേവച. ഇവിടെ യജമാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏമാൻ എന്ന് നമ്മൾ പിന്നെ അതിനെ ഒരു വേറൊരർത്ഥം കൊടുത്തു. പക്ഷെ യജമാൻ, യജമാനൻ എന്നാൽ യജ്ഞത്തിന് ആരാണോ ആ യജ്ഞപതിയായി, ആ കർമ്മിയായിട്ടിരിക്കുന്നത്, അതാണ് യജമാൻ. അപ്പൊ ഞാനൊരു കൃഷിയാണ് ചെയ്യുന്നത്, ആ പ്രദേശത്തെ ഞാനാണ് നോക്കുന്നതെങ്കിൽ എന്നെ യജമാനൻ എന്ന് വിളിക്കും. ഒരു വേദം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോമം നടത്തുമ്പോൾ അവിടെ ഇരിക്കുന്നത് ആരാണ്? അഗ്നിഹോത്രി, ആ യജ്ഞം നടത്തുന്ന ആൾ. അപ്പോൾ യജമാനൻ. ഒരു പൂജ ചെയ്യുന്നു, പൂജ ചെയ്യുമ്പോൾ ഏമാനെ എന്ന് വിളിക്കാൻ കാരണം ആ യജ്ഞത്തിന് യജമാനൻ ആരാണ്? ആ ചെയ്യുന്ന ആൾ. അപ്പോൾ ഇവിടെ ഈ ഭക്തിയിലൂടെ, ഈ ധ്യാനത്തിലൂടെ, നാമജപത്തിലൂടെ എല്ലാം നമ്മൾ സമർപ്പിക്കുന്നത് ഈ മനുഷ്യജന്മത്തിന്റെ, ഈ യജ്ഞത്തിന്റെ യജമാനനായ ആ നാരായണനെയാണ്, ആ പുരുഷനെയാണ്. അത് ഓരോ വരിയിലൂടെയും നമ്മളിലേക്ക് എത്തിക്കാനാണ് വീണ്ടും വീണ്ടും പറയുന്നത് യജമാനസ്തമേവച. ആദ്യവും തമേവ, ഇവിടെയും തമേവച. അപ്പോൾ ആദ്യവും ശരണാഗതിയാണ്, അവസാനത്തെ വരിയും തമേവച. അപ്പോൾ യജമാനൻ എന്ന് ഇവിടെ കൃത്യമായി എടുത്ത് പറയാൻ കാരണം ഈ ജീവിതം, ഈ മനുഷ്യ ജീവിതം ഓരോ ദിവസവും യജ്ഞത്തിലാണ്. നമ്മൾ ഓരോ ദിവസവും ഭക്തിയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ, നാമം ജപിക്കുമ്പോൾ, അർച്ചിക്കുമ്പോൾ, ഓരോ സ്മരണയിലും ഓരോ നിമിഷവും നമ്മൾ യജ്ഞത്തിലാണ് എന്ന് ഓർമ്മിപ്പിക്കണം. ആ യജ്ഞത്തിലായതിനാൽ ആ യജമാനനെ നമ്മൾ എന്നുമെന്നും നമസ്കരിക്കുന്നു. ആ യജമാനൻ ഈ യജ്ഞത്തെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്, ഒരു മുടക്കവും ഇല്ലാതെ. എല്ലാത്തരം സൗഭാഗ്യങ്ങളും തന്നുകൊണ്ട് യജമാനൻ യജ്ഞം നടക്കാൻ നമുക്കെല്ലാം തരുന്നു ഈ മനുഷ്യജന്മത്തിലൂടെ. അതിനാലാണ് കൃത്യമായിട്ട് യജമാനൻ, യജ്ഞം നടത്തുന്നതാരോ യജമാനൻ. തമേവചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം. ധ്യായൻ സ്തുവനമസ്യംശ്ച യജമാനസ്തമേവച. ശാന്തി ശാന്തി ശാന്തി. ശ്രീപത്മനാഭ നാരായണ ശരണം. പത്മ.